ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. CPM നേതാവും മുൻ MLAയുമായ KV കുഞ്ഞിരാമനടക്കം കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 14 പ്രതികൾക്കുള്ള ശിക്ഷ കൊച്ചി CBI കോടതി പ്രഖ്യാപിക്കും. 24 പ്രതികളിൽ 10 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരനാണ് കേസിലെ ഒന്നാം പ്രതി. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞിരുന്നു. ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടിരുന്നു. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഇന്ന് വിധി പറയുമ്പോൾ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഉറ്റ സുഹൃത്തുക്കൾ. കിച്ചു എന്നും ജോഷി എന്നും വിളിപ്പേരുള്ള കൃപേഷും ശരത് ലാലും ഇല്ലാതായത് ഇന്നും ഉൾക്കൊള്ളാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അരും കൊലയ്ക്ക് 6 വർഷം തികയാറാകുമ്പോഴും ചോരപ്പാടും മുറിവും ഉണങ്ങിയിട്ടില്ല ഇവരുടെ മനസ്സിൽ നിന്ന്. 2019 ഫെബ്രുവരി 17 രാത്രി 7:45 കൃപേഷും ശരത് ലാലും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മോടൊപ്പം കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഉറ്റ സുഹൃത്തുക്കളും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. ഏതായാലും അവരോട് നമുക്ക് ചോദിക്കാം എന്താണ് ആ ദിവസത്തെ ആ സമയത്തെ ഓർമ്മകൾ എന്ന്. നിങ്ങളും കൃപേഷും ശരത് ലാലും നിങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിരുന്നത്. എങ്ങനെ കല്ലൂട്ട് കഴകത്തിലെ ആ ഒരു പെരിങ്കളിയാട്ടത്തിൻ്റെ സ്വാഗത സംഘ രൂപീകരണ യോഗമായിരുന്നു അന്നേ ദിവസം വൈകിട്ട് വരെ അവിടെ ഭക്ഷണമൊക്കെ വിളമ്പി ആൾക്കാരെ 10-15,000 ആൾക്കാർ വന്നിരുന്നു ആ പരിപാടിക്ക്. അവർക്ക് ഭക്ഷണങ്ങളും മറ്റും വിളമ്പി അവിടെ നിന്ന് വീട്ടിലേക്ക് പിന്നെ വരികയായിരുന്നു. ആ വരുന്ന സമയത്താണ് ഇവിടെ നിന്ന് ആ സംഭവം നടന്നത്. അവർ പിന്നെ CPMന് ഇവരെന്ന് വെച്ചാൽ ഒരു പേടി സ്വപ്നമായിരുന്നു കല്ലൂട്ട്. എന്താണെന്ന് വെച്ചാൽ ശരത് ലാലായാലും കൃപേഷായാലും മികച്ച സംഘാടകനും കുട്ടികളെല്ലാം പിന്നെ ബാലജനവേദി, അതുപോലെ സ്പോർട്സ്, മറ്റ് വാദ്യകലാസംഘം തുടങ്ങിയ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ അന്ന് ഉണ്ടായിരുന്നു. പിന്നെ വാദ്യകലാസംഘത്തിൻ്റെ മുൻനിരയിലായിരുന്നു ശരത് ലാലും കൃപേഷും. അതിന് നേതൃത്വം വഹിച്ചത് തന്നെ അവരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ബാലജന വേദി, അതുപോലെ മറ്റ് സ്പോർട്സ്, കലാപരിപാടികൾ, ഇങ്ങനെയൊക്കെ എല്ലാ പരിപാടിക്കും രാഷ്ട്രീയം നോക്കാതെ കുട്ടികളൊക്കെ ഇവർ വിളിച്ചാൽ ഏത് സമയത്തും വരുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇവിടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു കാരണത്താലാണ് ഇങ്ങനെയൊരു സംഭവം. അവർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് ഇവിടെ പേടിയായിരുന്നു ഇവരെ. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തതെന്നാണ് തോന്നുന്നത്. ശരത്തും കൃപേഷും എന്ന് പറയുന്നത് നമ്മൾ ഒന്നിച്ച് കളിച്ച് വളർന്ന് ഇവിടെ കല്ലോട്ട് എന്ത് പരിപാടി ഉണ്ടായാലും ഞങ്ങളെ എല്ലാവരും ഒന്നിച്ച് അത് ആഘോഷമാക്കി തീർക്കുന്ന ഒരു കൂട്ടായ്മയായിരുന്നു കല്ലോട്ടുണ്ടായിരുന്നത്. അതവർ ഒറ്റ രാത്രി കൊണ്ട് തല്ലിക്കെടുത്തിയത് ആയിരുന്നു. ഞങ്ങളുടെ എല്ലാവരെ ഒത്തുകൂടലും സന്തോഷവും ചണ്ട ആയാലും ഞങ്ങൾ എല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഒറ്റ രാത്രി കൊണ്ട് അവർ തല്ലിക്കെടുത്തി എന്ന് പറയാൻ ഒക്കെ കളിച്ചുകൊണ്ടേ പറയാം. പെട്ടെന്ന് കൊന്നിട്ടാകുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഒരുമിച്ച് ഉണ്ടാകും. അതുപോലെ ട്യൂഷനൊക്കെ സൗജന്യമായി ശരത്തിലൊക്കെ എടുക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഞാൻ 10 പഠിക്കുമ്പോൾ വരുന്നത്. അപ്പോൾ എല്ലാ പിള്ളേർക്കും ഒക്കെ എത്തിയിട്ട് ട്യൂഷനും ഇതെല്ലാം നടത്തണ്ടായി. അതിൻ്റെ എല്ലാം തന്നെ കൃപേഷും ശരത് ലാലും കൊല്ലപ്പെട്ട ദിവസം മുതൽ ഈ കൊലപാതകത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ആ കൊലപാതകം CPMന്റെ ചുമന്ന് ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമവും അന്ന് മുതൽ അവർ നടത്തി വന്നിരുന്നു. അന്ന് കൃപേഷിനെയും ശരത് ലാലിനെയും കൊല്ലാൻ അല്ലെങ്കിൽ ആ കൊലപാതകത്തിന് നയിച്ചതായി പറയപ്പെടുന്ന അവർ ആരോപിച്ച വ്യക്തിപരമായി നടന്ന കൊലപാതകമാണ് എന്ന് പറയാൻ അവർ സമർത്ഥിച്ചത് പീതാംബരനെ അടിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെ പല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും പീതാംബരൻ എന്ന് പറയുന്നത് കാലാകാലങ്ങളായി കല്യോട്ടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഭീഷണി ഉണ്ടാക്കുന്ന, ഈ കല്യോട്ടും പരിസര പ്രദേശങ്ങളിലും നിരവധി അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരുപാട് കേസുകൾ പ്രതിയായ ഒരു ക്രിമിനലായിരുന്നു. ആ ക്രിമിനലിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്ന ഞങ്ങളുടെ ജവഹർ ബാലമഞ്ജരി കുട്ടികളുടെ സംഘടനയുടെ പുല്ലൂർ പെരിയ മണ്ഡലം ചെയർമാനായിരുന്നു പ്രിയപ്പെട്ട ശരത് ലാൽ. ഈ ശരത് ലാൽ തന്നെയാണ് കല്യോട്ടെ ഈ രാജീവ്ജി ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്കും വാദ്യകലാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുകയും അന്ന് നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും അവരുടെ പെർഫോമൻസ്, സത്യം പറഞ്ഞാൽ അവരുടെ കലാപരമായ കഴിവുകൾ നമുക്കൊരുപാട് കാണിച്ചു തന്നതുകൊണ്ട് അവരെന്താണ് എന്നുള്ള പൊതുചിത്രം കേരളീയ സമൂഹത്തിന് മുന്നിലുണ്ട്. ആ നഷ്ടം ഇനി നികത്താൻ കഴിയില്ല. കാരണം ശരത് ലാൽ ഒന്നേ ഉള്ളൂ, കൃപേഷ് ഒന്നേ ഉള്ളൂ. അവർക്ക് പകരക്കാരായി മാറാൻ ആർക്കും കഴിയില്ല. അവർ ചെയ്ത പ്രവർത്തനം നടത്താൻ ഞങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ പോലും
ഞങ്ങളൊക്കെ പഴയ തലമുറ, ഞങ്ങൾ മാറി പുതിയ തലമുറ നേതൃത്വം ഏറ്റെടുത്ത് ശരത്ലാൽ ഏറ്റെടുത്ത് കൃപേഷ് ഏറ്റെടുത്ത ശേഷം ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ടി പോയി കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യുമായിരുന്നു. കൃപേഷ് ഒറ്റ കേസിൽ പോലും ജയിലിൽ കിടന്നിട്ടില്ല. ഈ കേസ് ഫ്രെയിം ചെയ്ത കേസിനകത്ത് ശരത്ലാൽ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഏതാണ്. എന്തായാലും അത് തന്നെയാണ് സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും പറയാനുള്ളത്. ഏതായാലും ഇത് ആണ് ആ റോഡ്. ഈ റോഡിലൂടെ ഈ കടന്നു വരുന്ന സമയത്ത് ബൈക്കിലൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് കൃപേഷ് ശരത്ലാലും വരുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ഈ അതിക്രൂരമായ കൊലപാതകം നടന്നത്. രണ്ടുപേരെയും വെട്ടിക്കൊലപ്പെടുന്നു. നമുക്കിപ്പോൾ അവിടെ കാണാം ഒരു ബോർഡ്. ഇത് ഞങ്ങളുടെ കൂടപ്പിറപ്പുകളുടെ ചോര വീണ ഉതിർന്ന മണ്ണ് തുടങ്ങിയ വാചകങ്ങൾ എഴുതിയ ബോർഡ്, അതൊക്കെ നമുക്ക് കാണാം. ഇതിന് തൊട്ട് സമീപത്തായാണ് ഈ സ്മൃതി മണ്ഡപവും ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഓരോ ആളുകൾക്കും അവർക്ക് ഇവരുടെ ഏർപ്പാട് അത് തീരാ നഷ്ടം തന്നെ എന്ന് പറയുന്നു. കെ വി ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് കെ വി ബൈജുവും കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം നവമിയിലേക്ക്. നവമി, 6 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടം, 14 പ്രതികളുടെ ശിക്ഷാവിധി ഇന്ന് വരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ആ കുടുംബം കാത്തിരിക്കുകയാണ്. ഈ ശിക്ഷാവിധിക്ക് ശേഷം മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുമുണ്ട്. നവമിയിലേക്ക് വരാം. നവമി, ചില സാങ്കേതിക തകരാറുകളുണ്ട്. ഇപ്പോൾ നവമിക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. നവമി, തുടർന്നോളൂ. നവമി, കേൾക്കാമോ? അശ്വതി, 20 മാസം നീണ്ട കേൾക്കാം അശ്വതി. 20 മാസം നീണ്ട വിചാരണകൾക്കൊടുവിലാണ് 24 പേരിൽ 14 പേർ കുറ്റക്കാരാണെന്ന് CBI കോടതി കണ്ടെത്തിയത്. ഇത് 10 പേരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇന്നത്തെ വിധി ഇവർക്ക് എന്ത് ശിക്ഷയാണ് കോടതി നൽകുക എന്നുള്ളത് രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1-ാം പ്രതിയാണ് A. പീതാംബരൻ. ഇതിൽ പ്രതികളെല്ലാം തന്നെ CPM പ്രവർത്തകരും CPMന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവരും CPM അനുഭാവികളുമാണ് എന്നുള്ളതാണ്. സർക്കാരിനെ സംബന്ധിച്ചും CPMനെ സംബന്ധിച്ചും ഒക്കെ ഏറെ നിർണായകമായ ഒരു കേസ് കൂടിയാണ്. വലിയ രീതിയിൽ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് കൂടിയാണ് പെരിയയിലെ ഇരട്ടക്കൊലപാതകം. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടിയായിരിക്കും കൊച്ചിയിലെ CBI കോടതിയിൽ നിന്നും ശിക്ഷ വിധിക്കുക. ഇതിൽ 10 പ്രതികൾക്കെതിരെ വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കല്ല എങ്കിൽ കൂടിയും 10-ാം പ്രതി T. രഞ്ജിത്തിനും 15-ാം പ്രതി വിഷ്ണു സുര എന്നിവരും ഇതേ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് കൊലപാതകം, ഗൂഢാലോചന, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപം സൃഷ്ടിക്കൽ, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങളാണ് ഇവർക്ക് ചുമത്തിയിരിക്കുന്നത്. ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർ ചെയ്തതെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികൾക്കെതിരെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതിയെ കടത്തിക്കൊണ്ടുപോയി എന്നൊരു കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഇത് പരമാവധി 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഈ വിധി പറയുന്നതിനിടയിൽ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ കോടതി പ്രതികളോട് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടിരുന്നു. ഈ സമയത്തൊക്കെ പ്രതികൾ അവരുടെ കുടുംബത്തിന്റെ പ്രാരാബ്ദവും ഒപ്പം വിഷ്ണു സുര 18-ാം വയസ്സിൽ ജയിലിൽ കയറിയതാണ്. ഇത്രയും വർഷമായിട്ടും കുടുംബത്തെ, വീട്ടുകാരെ ആരെയും കണ്ടിട്ടില്ല, പട്ടാളക്കാരനാകണമെന്നാണ് ആഗ്രഹം, വെറുതെ വിടണം, അങ്ങനെ പല കാര്യങ്ങളും ഈ പ്രതികൾ പറയുകയും ചെയ്തു. ഇതെല്ലാം കോടതി കേൾക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് വിധി വരുമ്പോൾ 11 മണിക്ക് ശിക്ഷ വിധിക്കുമ്പോൾ എന്തായിരിക്കും ഇവർക്ക് മേൽ ചുമത്തുന്ന, അല്ലെങ്കിൽ എന്തായിരിക്കും ഇവർക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് ഉറ്റുനോക്കുകയാണ്. ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് 1 മുതൽ 8 വരെയുള്ള പ്രതികൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും 10 പ്രതികൾക്കാണ് ഇത്തരത്തിൽ ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തപ്പെട്ടിരിക്കുന്നത്. ഒപ്പം 2 വർഷം വരെ തടവോ പിഴയും ഒക്കെ ലഭിക്കുന്ന കുറ്റമാണ് മുൻ ഉദുമ MLAയും ചെയ്തതെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഏറെ നിർണായകമാകുന്ന ഒരു ദിവസം കൂടിയാണ് 11 മണിക്ക് ഈ ശിക്ഷ വരുമ്പോൾ. അശ്വതി, അതാണ് നവമി. ഞാൻ KV ബൈജുവിലേക്ക് ഒന്ന് പോവുകയാണ്. ബൈജു, വൈകാരികമാണ് പെരിയെ സംബന്ധിച്ചിടത്തോളം, ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ അത്രത്തോളം വൈകാരികമാണ്. ഫെബ്രുവരി 17, 2019 അവരുടെ ജീവിതത്തിൽ അവർക്ക് മറക്കാനാകാത്ത ദിവസവുമാണ്. ഇന്നിപ്പോൾ സ്മൃതി മണ്ഡപത്തിൽ ഇരുന്നായിരിക്കും അവർ ആ ശിക്ഷാവിധി കേൾക്കുക, അല്ലേ ബൈജു? തീർച്ചയായും അശ്വതി, സ്മൃതി മണ്ഡപത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ ഇതിനകം
ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുഷ്പാർച്ചന ഉൾപ്പെടെ ഉണ്ട്. ഒരുപാട് നേതാക്കൾ ഇന്ന് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ MP രാവിലെ മുതൽ തന്നെ അവിടെ ഉണ്ടാവും. ഇതിൽ ഈ കൊല്ലപ്പെട്ട കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണനും ശരത്ലാലിന്റെ അമ്മയും സഹോദരിയും അമൃതയും ഇവർ കൊച്ചിയിലേക്ക് പോയിട്ടുണ്ട്. ഈ ശരത്ലാലിന്റെ അച്ഛൻ സത്യനാരായണൻ ഇന്ന് സ്മൃതി മണ്ഡപത്തിൽ തന്നെ ഉണ്ടാകും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡീൻ കുര്യാക്കോസിനെ പോലുള്ള ഒരുപാട് നേതാക്കൾ ഇന്ന് എത്തുന്നുണ്ട്. അത് അല്പസമയം കഴിഞ്ഞാൽ അറിയാം. എന്തായാലും നവമി സൂചിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനം. ഇവർക്ക് എന്ത് ശിക്ഷ ലഭിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് CPMന്റെ ഉന്നത നേതാക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ ഉൾപ്പെടെയുള്ള അവരുടെ ശിക്ഷ എന്തായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ഇതിലെ കേസിലെ ഒന്നാം പ്രതിയായ A പീതാംബരനെ നേരത്തെ തന്നെ പാർട്ടി പുറത്താക്കുകയും തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലെയല്ല മറ്റ് നേതാക്കളുടെ കാര്യം. ഏതായാലും 6ഓളം CPMന്റെ നേതാക്കളാണ് ഇതിൽ പ്രതികളായി ഇപ്പോൾ CBI കണ്ടെത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇതിൽ അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസ് ഏതായാലും നിയമ പോരാട്ടം വീണ്ടും തുടരും എന്ന് തന്നെയാണ് പ്രതിഭാഗമായാലും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബമായാലും നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പീൽ നൽകുമെന്ന കാര്യത്തിൽ നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഇതിൽ എന്ത് ശിക്ഷ വരുന്നു അതനുസരിച്ച് മറ്റ് തുടർ നടപടികൾ എന്നായിരുന്നു അവർ പറഞ്ഞത്. ഏതായാലും ഈ പെരിയ അതുപോലെ തന്നെ കല്ലോട്ട് പ്രദേശം അതിശക്തമായ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സംഘർഷാവസ്ഥയുണ്ട്. നമുക്കറിയാം 2019 ഫെബ്രുവരി 17 പറയുന്ന ആ ദിവസം, ഈ കൊലപാതകം നടന്ന ദിവസം, അന്ന് റിപ്പോർട്ടിങ്ങിനായി ആ സ്ഥലത്ത് പോയ ഒരാളാണ് ഞാൻ. അന്ന് വലിയ തോതിൽ സംഘർഷമുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി കടകൾക്ക് നേരെ, നിരവധി വീടുകൾക്ക് നേരെ ഒക്കെ വലിയ തോതിൽ ആക്രമണം. അത് ആഴ്ചകളും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അത് രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇടയാക്കി. അത് ഒരു വർഷത്തോളം നീണ്ടു നിന്നു. ഇപ്പോഴും പെരിയ ഇരട്ട കൊലപാതകം എന്ന് പറയുമ്പോൾ ഓരോ ആളുകളുടെയും മനസ്സിൽ അത് വലിയ തോതിലുള്ള മുറിവായി തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ കേട്ടതാണ് ആ ഒരു ഉറ്റ സുഹൃത്തുക്കൾ, അവർക്കൊക്കെ വലിയ പ്രിയപ്പെട്ടവരായിരുന്നു ഈ ശരത്ലാലും കൃപേഷും. അവിടെ കുട്ടികൾക്ക് സൗജന്യമായി ട്യൂഷൻ എടുത്തു കൊടുക്കുക, നൃത്തം അഭ്യസിപ്പിച്ചു കൊടുക്കുക, ചെണ്ട ഉൾപ്പെടെയുള്ള വാദ്യോപകരണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അതുമാത്രമല്ല അവിടെ ഉണ്ടാകുന്ന എന്ത് പരിപാടിക്കായാലും ഈ നേരത്തെ അവർ പറഞ്ഞിരുന്നു പെരുങ്കളിയാട്ടവുമായി ബന്ധപ്പെട്ട് ആ പരിപാടിക്കൊക്കെ സജീവമായി ഇടപെടൽ നടത്തിയ 2 ചെറുപ്പക്കാരെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. എന്നാലും വളരെ നിർണായകമായ രാഷ്ട്രീയ കേരളത്തിനുള്ള ഒരു നിർണായകമായ ദിവസമാണ് ഇന്ന്. എന്ത് വിധിയാണ് ഇവർക്ക് നൽകുന്നതെന്ന് അത് നവമി പറഞ്ഞതുപോലെ തന്നെ വധശ്രമം, വധക്കുറ്റം ഇവർക്ക് ചുമത്തുമോ, എന്തായാലും ഇരട്ട ജീവപര്യന്തമോ വധശിക്ഷയോ നൽകണമെന്നൊരു ആവശ്യം, അത്തരത്തിലുള്ളൊരു ആഗ്രഹം നേരത്തെ തന്നെ കുടുംബം പ്രകടിപ്പിച്ചിരുന്നു. ഇതിൽ 10 പേരെ വെറുതെ വിട്ട നടപടിയിൽ കടുത്ത അതൃപ്തരാണ് ഈ കുടുംബവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും ഒക്കെ. അത് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആയാലും ഒക്കെ കഴിഞ്ഞ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏതായാലും സ്മൃതി മണ്ഡപത്തിൽ വലിയ തോതിലുള്ള ആളുകൾ ഇന്ന് എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 മണിയോടുകൂടി കൂടുതൽ ആളുകൾ എത്തും. അത് മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ഇവിടെ ഇന്ന് എത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഈ 2 പേരുടെയും വീടുകളിൽ നേരത്തെയൊക്കെ എത്തിയത് നമ്മൾ കണ്ടതാണ്. വലിയ തോതിൽ ചർച്ചയായ ഒരു വിഷയത്തിലാണ് ഇന്ന് 6 വർഷത്തിൽ എത്താൻ നിൽക്കുമ്പോൾ ഇതിനൊരു അന്തിമ വിധി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും പ്രധാനം തന്നെയാണ്. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളെയും അവരെ സ്നേഹിക്കുന്നവരെയും ഒക്കെ എന്ത് വിധിയാണ് ഇവർക്ക് വരുന്നതെന്ന്. 14 പേരാണ് ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ 14 പേർക്കുള്ള ശിക്ഷ എന്തായിരിക്കും? 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കാണ് നേരിട്ട് ഈ കൊലപാതകത്തിൽ പങ്കെടുത്തതായി കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അവർക്കുള്ള ശിക്ഷ എന്തായിരിക്കും? അത് തന്നെയാണ് പെരിയ കല്ലോട്ടെ നിവാസികൾ കാത്തിരിക്കുന്നത്. എന്തായാലും പോലീസ് നേരത്തെ തന്നെ സമാധാന യോഗങ്ങളൊക്കെ വിളിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ പ്രകടനമോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഏതായാലും ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രകടനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം പടക്കമൊക്കെ പൊട്ടിച്ച് അത്തരത്തിൽ ഈ വിധിയെ ഇവർ ഏത് രീതിയിലാണ് ഇവർ സ്വീകരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും വലിയ തോതിലുള്ള ആഘോഷം ഉണ്ടാകും. പുഷ്പ അർച്ചന രാവിലെ മുതൽ തന്നെ 9 മണിയോടുകൂടി തന്നെ ഉണ്ടാകും. അത്തരത്തിൽ എല്ലാ നേതാക്കളോടും സ്മൃതി മണ്ഡപത്തിൽ എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കുടുംബവും സ്മൃതി മണ്ഡപത്തിൽ ഉണ്ടാകും. അവിടെ നിന്നായിരിക്കും ഇവർ ഈ വിവരങ്ങൾ, ഈ വാർത്ത, ഈ വിവരങ്ങൾ അറിയുക, ഈ വിധി അറിയുക. അതിനുശേഷം ഉള്ള പ്രതികരണങ്ങൾ അതൊക്കെ ഉണ്ടാകും. എന്തായാലും കല്ലോട്ട്, പെരിയ ഈ പ്രദേശങ്ങളിലൊക്കെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഉൾപ്പെടെ കൂടുതൽ പോലീസിനെ കാസർഗോഡ് എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കോടതി ഈ വിധി പറയാൻ എടുത്തപ്പോഴും നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കണ്ടതാണ്. വലിയ തോതിൽ പോലീസ് സന്നാഹം, ബേക്കൽ DYSP മനോജിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് സംഘം എല്ലാ സ്റ്റേഷനിലും, കാസർഗോഡ് ജില്ലയിലെ എല്ലാ സ്റ്റേഷനുകളിലെയും SHOമാരെ ഇന്ന്
കല്യോട്ടെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ പഴുതടച്ചുള്ള സുരക്ഷ തന്നെയാണ് ഇന്ന് കല്യോട്ടും പരിസര പ്രദേശങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്. വളരെ സമാധാനപരമായി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് പോലീസ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് കനത്ത സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും 11 മണി അത് നിർണായകമാണ് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ശരി ബൈജു, നവമിയിലേക്ക് ഒരിക്കൽ കൂടി. നവമി, വധശിക്ഷ വരെ, ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് പ്രതികൾക്കുമേൽ. ഒപ്പം ഈ വിധി പറയുന്ന സമയത്ത് കോടതി പ്രതികളെ കേൾക്കുകയും ചെയ്തിരുന്നു. നവമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പ്രാരാബ്ദങ്ങളും പ്രതികൾ പറഞ്ഞിരുന്നു. വയസ്സായ അമ്മയും അച്ഛനും ഉണ്ട് നോക്കണം, അതുപോലെ തന്നെ ഭാവി ഇങ്ങനെ മുന്നിൽ കിടക്കുകയാണ് എന്ന് പറയുന്നു. അത്തരത്തിൽ പഠിക്കണമെന്ന് പറഞ്ഞ പ്രതികളുണ്ട്. അതൊന്നും ഈ ശിക്ഷാവിധിയെ ബാധിക്കാനുള്ള സാധ്യതയില്ലല്ലോ. കാരണം അത്രത്തോളം ക്രൂരമായ കൊലപാതകമെന്ന് തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളതല്ലേ? തീർച്ചയായും അശ്വതി, അതൊരു പ്രൊസീജിയർ മാത്രമാണ്. എന്താണ് പ്രതികൾക്ക് പറയാനുള്ളത് എന്ന് കോടതി കേൾക്കുക എന്നുള്ളത്. ഇതേപോലെ അച്ഛനും അമ്മയും സഹോദരിയും പ്രാരാബ്ദങ്ങളും പഠിക്കണമെന്ന ആഗ്രഹവും ജോലി നേടണമെന്ന ആഗ്രഹവും കുടുംബത്തെ നോക്കണമെന്ന ആഗ്രഹവുമുള്ള 2 യുവാക്കളായിരുന്നു കൃപേഷും ശരത്ലാലും. അവരെ ഇത്തരത്തിൽ വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ ഈ പ്രതികൾ ഓർക്കണമായിരുന്നു അവർക്കും കുടുംബവും പ്രാരാബ്ദവും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടെന്ന്. എന്തായാലും ഈ പ്രതികൾ ഈ കോടതി ഇവരെ കുറ്റക്കാരനാണെന്ന് തെളിയിച്ച സമയത്തായിരുന്നു ഇത്തരത്തിൽ എന്തൊക്കെയാണ് പ്രതികൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചത്. ഇതിൽ വിഷ്ണു സുരയാണ് ഏറ്റവും പ്രധാനമായും പറഞ്ഞത്. പട്ടാളക്കാരനാകണമെന്നാണ് ആഗ്രഹം, ഡിഗ്രി പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്, 18-ാം വയസ്സിൽ കോടതിയിൽ ജയിലിൽ കഴിയുന്നതാണ്, ഇതുവരേക്കും കുടുംബത്തെ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല എന്ന് വിഷ്ണു സുര പറയുന്നു. അതോടൊപ്പം മുൻ MLA ഉദുമ MLA പറഞ്ഞത് പ്രായമായ അമ്മയുണ്ട്, അമ്മയെ നോക്കണം, അതുകൊണ്ട് ശിക്ഷയിൽ നിന്നും ഒഴിവാക്കി തരണമെന്നാണ് MLAയും പറഞ്ഞത്. പക്ഷെ ഇതൊന്നും കോടതി കേൾക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയേറെ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ തന്നെയാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്. കൃപേഷിനെയും ശരത്ലാലിനെയും ക്രൂരമായി കൊലപ്പെടുത്തി, ഒപ്പം തെളിവുകൾ നശിപ്പിക്കുന്നു. അതോടൊപ്പം ഈ കൃപേഷും ശരത്ലാലും എപ്പോഴാണ് ഈ സംഭവ സ്ഥലത്തെത്തുന്നത്, അവരെവിടെ നിന്ന് പുറപ്പെട്ടു, ഈ വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായി പ്രതികൾ ഈ കൊലപാതകികൾക്ക്, ഈ കൊലയിൽ നേരിട്ട് പങ്കെടുത്തവർക്ക് സന്ദേശം നൽകുകയും ഒക്കെ ചെയ്തു. ഇതെല്ലാം കൊലപാതകത്തിന് തുല്യമാണെന്ന് കോടതി ഈ ശിക്ഷ വിധിക്കുന്നതിനിടയിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ പ്രതികളുടെ ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ പ്രതികൾ പറയുന്ന പ്രാരാബ്ദങ്ങളൊന്നും തന്നെ കോടതി മുഖവുരയ്ക്കെടുക്കുന്ന സാധ്യത കുറവാണ്. എന്തായാലും ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കുന്ന കുറ്റങ്ങൾ തന്നെയാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഈ 10 പേരെയാണ് കോടതി വെറുതെ വിട്ടിരുന്നത്. ഇതിനെതിരെ കുടുംബം കോടതി അപ്പീൽ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേൽക്കോടതികളെ സമീപിക്കും. കാരണം ഈ ഒരു കൊലപാതകത്തിൽ ഇവർക്കൊക്കെ നേരിട്ട് പങ്കുണ്ടെന്നും അല്ലെങ്കിൽ ഇവർക്കെതിരെ തെളിവുണ്ടെന്നും CBI കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളെ വെറുതെ വിട്ട നടപടിക്കെതിരെയാണ് ഇപ്പോൾ മേൽക്കോടതിയെ സമീപിക്കാൻ കുടുംബവും തയ്യാറായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ശിക്ഷ കേൾക്കുന്നതിന് വേണ്ടി കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അച്ഛന്മാരും സഹോദരിമാരും ഒക്കെ എത്തിയിരുന്നു. അവർ പറഞ്ഞത് ഇതിലെന്തായാലും അപ്പീൽ നൽകും. തങ്ങളുടെ സഹോദരനെ, മകനെ കൊലപ്പെടുത്തിയതിൽ ഈ കുറ്റവിമുക്തരാക്കിയ 10 പേർക്കും പങ്കുണ്ട്. അവർക്കും ശിക്ഷ മേടിച്ച് നൽകുന്നതുവരെ ഈ നിയമ പോരാട്ടം തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം നമുക്കറിയാം ഈ സർക്കാരിന്റെ ഒരു അലംഭാവം, ഇതിലൊരു ഈ CBI കേസ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റെടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ വരെ സമീപിക്കാൻ സർക്കാർ പോയ നീക്കങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഈ ഒരു അടിസ്ഥാനത്തിൽ ഈ പാർട്ടി പ്രവർത്തകരായതുകൊണ്ടാണോ ഇവരെ വെറുതെ വിടുന്നതെന്നൊരു ചോദ്യമാണ് കുടുംബവും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഇവർക്കും ശിക്ഷ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, ഇവരെയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതിയെ സമീപിക്കുവാനും കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. അശ്വതി. ശരി, നവമി ദിനേശും KV ബൈജുവുമാണ് വിവരങ്ങൾ നൽകിയത്. ഫെബ്രുവരി 17, 2019 രാത്രി 7:45 പെരുങ്കളിയാട്ട ദിനങ്ങൾ കാത്തിരുന്ന പെരിയയ്ക്ക് ആ രാത്രി മറക്കാനാവില്ല. കേരളം കണ്ട അതിക്രൂരമായ രാഷ്ട്രീയ കൊലപാതകം. ആ അരുംകൊല ഇന്നും പെരിയയുടെ മനസ്സിലെ മായ്ക്കാനാകാത്ത മുറിവാണ്. ഒരു വിങ്ങലോടെ അല്ലാതെ കേരളത്തിന് ഓർക്കാൻ കഴിയാത്ത 2 മുഖങ്ങൾ, കല്യോട്ടെ കൃപേഷും ശരത്ലാലും. ഒരു നാടിനാകെ പ്രിയപ്പെട്ടവരായിരുന്ന ഇവരെ ഒറ്റ രാത്രി കൊണ്ട് കൊന്നുതള്ളിയവർ. 5 വർഷത്തിനിപ്പുറമാണ് ഇവർക്ക് ശിക്ഷാവിധി. 2019 ഫെബ്രുവരി 17 പെരുങ്കുളിയാട്ടത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിന് ശേഷം ശരത്ലാലും കൃപേഷും പുറപ്പെടുന്നു. കല്യോട് സ്കൂൾ എച്ചിലടക്കം റോഡിൽ ഇവരുടെ മുന്നിലേക്ക് 8-അംഗ സംഘം ചാടി വീണു. ശരത്ലാലിന്റെ ശരീരമാസകലം വെട്ടി, കൃപേഷിന്റെ തലയ്ക്ക് വെട്ടേറ്റു. ഇരുവരും അതിക്രൂരമായി കൊല്ലപ്പെട്ടു. പിന്നീടിങ്ങോട്ട് മുൻപ് കണ്ടിട്ടില്ലാത്ത അന്വേഷണവും നിയമപോരാട്ടവുമാണ് കേരളം കണ്ടത്.
ഫെബ്രുവരി 18 CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരനും CJ സജീവ് അറസ്റ്റിൽ. ഫെബ്രുവരി 21 അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. മാർച്ച് 2 പ്രതികളെന്ന് കണ്ടെത്തിയവർക്ക് പുറമെ CPM പ്രമുഖരിലേക്കും അന്വേഷണം എത്തുന്നുവെന്ന ഭയപ്പാടിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിൽ അഴിച്ചുപണി. നീതി നിർവഹിക്കേണ്ടവർ കൊന്നുതള്ളിയവർക്കൊപ്പമെന്ന സംശയം ബലപ്പെട്ടതോടെ ഏപ്രിൽ 1 അഭയം തേടി മാതാപിതാക്കൾ മേൽക്കോടതിയിലേക്ക്. ഇതോടെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് മുൻപില്ലാത്ത വേഗത. മെയ് 14 CPM നേതാക്കളായ K. മണികണ്ഠൻ, N. ബാലകൃഷ്ണൻ എന്നിവർ അറസ്റ്റിൽ. മെയ് 20 ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ ആകെ 14 പ്രതികൾ, മുഴുവൻ പേരും CPMുമായി അടുത്ത ബന്ധമുള്ളവർ. സെപ്റ്റംബർ 30 അന്വേഷണം CBIക്ക് വിട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. സർക്കാരിന് വൻ തിരിച്ചടി. പ്രതികൾക്കായി നിയമവഴിയിലൂടെ സർക്കാർ ഒക്ടോബർ 29 ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. എന്നാൽ 2020 ഓഗസ്റ്റ് 25 ഡിവിഷൻ ബെഞ്ചും അപ്പീൽ തള്ളി. ഇതോടെ സർക്കാരിന് വീണ്ടും തിരിച്ചടി. CBI പേടിയിൽ എന്നിട്ടും പിന്മാറാതെ സെപ്റ്റംബർ 12 പരമോന്നത കോടതിയിലേക്ക് സർക്കാർ. ഡിസംബർ 1 CBI അന്വേഷണത്തിനെതിരെ സർക്കാർ അപ്പീൽ തള്ളുന്നു. 2021 ഡിസംബർ 3 CBI കുറ്റപത്രം നൽകി. ആകെ 24 പ്രതികൾ. 2023 ഫെബ്രുവരി 2 വിചാരണ തുടങ്ങി. 2024 ഡിസംബർ 28 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. ആദ്യം പ്രതികളെ കസ്റ്റഡിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചിറക്കൊണ്ടുപോയ പാർട്ടി നേതാക്കൾ പലരെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഫോറൻസിക് പരിശോധനകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു. CBI അന്വേഷണം ഒഴിവാക്കാൻ 1,14,00,000 പൊതുപണം ചിലവാക്കി. ഒപ്പം നിൽക്കേണ്ട സർക്കാർ എതിർപക്ഷം ചേർന്നപ്പോഴും തളരാതെ നിന്ന് പോരാടി ഈ കുടുംബങ്ങൾ. ഇവർ തരണം ചെയ്തത് മക്കൾ നഷ്ടമായ വേദനയ്ക്കൊപ്പം ഒളിഞ്ഞും തെളിഞ്ഞുമില്ലാത്ത സമാനതകളില്ലാത്ത പ്രഹരങ്ങൾ. ഒരു ശിക്ഷയും ഇതിന് പരിഹാരമാകില്ല. ന്യൂസ് ഡെസ്ക്, News 18.